മരിച്ചത് ജോലി സമ്മർദ്ദം മൂലമെന്ന് കുടുംബം. കൊച്ചി സ്വദേശിനി അന്ന സെബാസ്റ്റ്യനാണ് പൂനെയിൽ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. മകളുടെ മരണകാരണം അമിത ജോലി സമ്മർദ്ദമെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി മേധാവിക്ക് കത്തയച്ചു. മരണവിവരമറിഞ്ഞ് സഹപ്രവർത്തകരാരും അന്നയെ കാണാൻ എത്തിയില്ലെന്നും കത്തിൽ പറയുന്നു. കൊച്ചിയിൽ നിന്ന് ഹാൻസ് ജോൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസ്, ജോലി സമ്മർദ്ദം മൂലമാണ് ഈ കുട്ടി മരിച്ചതെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്? വീണ, ഇപ്പോൾ അന്ന സെബാസ്റ്റ്യൻ പെറയിൽ എന്ന കൊച്ചി സ്വദേശിനിയുടെ മരണമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമെല്ലാം ചർച്ചാ വിഷയമാകുന്നത്. ഇതിൽ ഇപ്പോൾ ചർച്ചയിലേക്കാവുന്നതിനുള്ള കാരണം അന്നയുടെ അമ്മ അനീറ്റ അഗസ്റ്റിൻ ഇവൈ ഇന്ത്യ എന്ന ഏണസ്റ്റ് ആൻഡ് യങ് എന്ന സ്ഥാപനത്തിൻ്റെ ഇന്ത്യൻ ചെയർമാനായ രാജീവ് മേമാനിക്ക് അയച്ച കത്താണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഈ കത്തിൽ പ്രധാനമായും മാതാപിതാക്കൾ അല്ലെങ്കിൽ അന്നയുടെ അമ്മ ആരോപിക്കുന്നത് മകളുടെ മരണകാരണം അധിക ജോലി സമ്മർദ്ദമാണെന്നാണ് പ്രധാനമായും പറയുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവായിട്ടാണ് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന സ്ഥാപനത്തിൽ, അത് പ്രത്യേകിച്ചും പൂനെയിലുള്ള സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നത്. ഈ കഴിഞ്ഞ മാർച്ചിലായിരുന്നു ജോലിക്കായി അവിടെ കയറുന്നത്. തികച്ചും വെറും 4 മാസം മാത്രമാണ് അന്ന അവിടെ ജോലി ചെയ്ത്. ഇതിനിടയ്ക്ക് അന്നയുടെ നെഞ്ചു ചുരുങ്ങുന്നതായി കണ്ടെത്തി അന്നയുടെ മാതാപിതാക്കൾ പൂനെയിലുള്ള ഒരു ആശുപത്രിയിൽ അന്നയെ കാണിക്കുന്നു. ആ സമയത്ത് ആ ഡോക്ടർ അന്നയെ ചികിത്സിച്ചതിന് ശേഷം പറയുന്നത് അന്നയ്ക്ക് കാര്യമായ ഉറക്കമില്ലായ്മയും ഇതിൻ്റെ കൂടെ തന്നെ വൈകിയുള്ള ഭക്ഷണക്രമവുമാണ് അന്നയ്ക്ക് ഈ ഒരു രോഗാവസ്ഥയിലേക്ക് വരാനുള്ള കാരണമെന്ന് ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ അന്ന പലപ്പോഴായി മാതാപിതാക്കളോട് വിളിക്കുമ്പോഴെല്ലാം പറയാറുണ്ട് ജോലി സ്ഥലത്ത് അമിതമായി ജോലിഭാരം തരാറുണ്ടെന്നും മാനേജർമാരെല്ലാം തന്നെ ഒഫീഷ്യൽ വർക്കിന് അപ്പുറം വെർബലായിട്ടുള്ള അധിക ജോലികളും അന്നയെ ഏൽപ്പിക്കാറുണ്ടെന്നും അന്ന പറയാറുണ്ട്. അന്ന ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ പഠനകാര്യങ്ങളിലെല്ലാം ഒരു ടോപ്പറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇതിനെ തുടർന്ന് തന്നെയാണ് അന്ന ഏണസ്റ്റ് ആൻഡ് യങ് എന്നുള്ള ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലിക്കായി കയറുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഈ അധിക ജോലി സമ്മർദ്ദവും ഭാരവും എല്ലാം അന്ന സഹിച്ചു മുന്നോട്ട് പോയി. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ഹാൻസ് ജോൺ.